തമിഴ് വികാരം, തമിഴ് ഭാഷ, തമിഴിൻ്റെ സംസ്കാരം ഇതൊക്കെ ഒരു ഇന്ധനമാക്കി കത്തിച്ചുകൊണ്ട് സ്റ്റാലിൻ നടത്തുന്ന ഈ ഒരു രാഷ്ട്രീയ കുതന്ത്രം, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഹിന്ദി ഭാഷയാണ് രൂപയുടെ ആ ഒരു സിമ്പൽ ഹിന്ദി ഭാഷയെന്ന് ആരോപിച്ചുകൊണ്ട്, ഹിന്ദി ഭാഷയെന്ന് സ്റ്റാലിൻ കണക്കാക്കിക്കൊണ്ട് അത് തമിഴിലേക്കുള്ള ഒരു രൂപമാറ്റം. ഇതൊരു രാഷ്ട്രീയ കുതന്ത്രം തന്നെയല്ലേ? തീർച്ചയായിട്ടും സ്റ്റാലിൻ വളരെ സമർത്ഥമായിട്ട്, അതായത് തമിഴ്നാട് വളരെ പണ്ട് തൊട്ടേ ദ്രാവിഡ രാഷ്ട്രീയം 1960-കൾക്ക് ശേഷം വളരെ കൃത്യമായിട്ട് ജാതി രാഷ്ട്രീയം, പ്രത്യേകിച്ചും ദ്രാവിഡ രാഷ്ട്രീയം വളരെ ആഴത്തിൽ വേരോടിച്ച് അതിന് വെള്ളവും വളവും കൊടുത്ത് വളർത്തി ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതുകൊണ്ട് ചില വോട്ട് ബാങ്കുകൾ ഉണ്ടാക്കി നിലനിന്ന് പോരുന്നതാണ് തമിഴ്നാട് രാഷ്ട്രീയം. അതിപ്പോൾ ഈ ദ്രാവിഡ പാർട്ടികളെല്ലാം ആ തരത്തിൽ മുന്നേറി വരുന്നവരാണ്. അവർ ആ നിറം കറുപ്പിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അതുപോലെ തന്നെ തമിഴ് സംസ്കാരം, തമിഴ് ഭാഷ വളരെ പ്രാചീനമാണ്. ഇതിലൊന്നും നമുക്ക് എതിർപ്പോ വിരോധമോ ഇല്ല. പക്ഷെ തമിഴ് ഒരു പ്രത്യേക എൻറ്റിറ്റിയാണ്, അതൊരു പ്രത്യേക സ്വത്വമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അതിനെ മുന്നിൽ വെച്ച് കളിക്കുന്ന ഒരു രാഷ്ട്രീയം. അപ്പോൾ അവിടെ ഈ സോക്കാൾഡ് ഈ പറയുന്ന ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി അത് വളരെ ന്യൂനപക്ഷമാണത്. പക്ഷേ ആ കമ്മ്യൂണിറ്റിയെ എപ്പോഴും ഒരു ശത്രുസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഈ OBC, പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക ജാതി രാഷ്ട്രീയം ആ കാർഡിറക്കി കളിക്കുന്നതിൽ ഈ ദ്രാവിഡ പാർട്ടികൾ എപ്പോഴും മുന്നിലായിരുന്നു. അതിപ്പോൾ കുറേ കൂടെ തീവ്രമാക്കിയിരിക്കുകയാണ് സ്റ്റാലിൻ. അതുകൊണ്ടാണ് ഈ ഇപ്പോൾ പറഞ്ഞതുപോലെ തമിഴ്നാട് ബഡ്ജറ്റിൽ നിന്ന് ഈ രൂപയുടെ ചിഹ്നം അത് ദേവനാഗരി ലിപിയിൽ ഉള്ളതാണ്, അത് നമുക്ക് വേണ്ട, നമുക്ക് തമിഴ് ലിപി മതി എന്ന് പറഞ്ഞ് തമിഴിൽ രൂപ എന്നെഴുതുന്നതിൻ്റെ രൂ ചേർത്തുകൊണ്ട് അത് ബജറ്റിൽ ഉൾപ്പെടുത്തി അങ്ങനെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം സ്റ്റാലിൻ വരുത്തി. പക്ഷേ എന്ത് തന്നെയായാലും ചേട്ടാ, ഈ രൂപയുടെ ആ ഒരു സിമ്പൽ നിർമ്മിച്ചത് തന്നെ ഒരു തമിഴ്നാട്ടുകാരനാണ്. അവർക്കതിൽ അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ്. അത് സ്റ്റാലിൻ അറിയാൻ വൈകിപ്പോയി. ഇത് സ്റ്റാലിൻ്റെ ഉപദേശകന്മാർക്ക് പറ്റിയ കുഴപ്പമാണ്. അവർ പറഞ്ഞു കൊടുത്തതിനകത്ത് വന്നുപോയ വീഴ്ചയാണത്. അതായത് കരുണാനിധിയുടെ കാലത്ത് ഒരു DMK MLA-യുടെ മകൻ ഉദയനിധി എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര്. ആ ഉദയനിധി രൂപകൽപ്പന ചെയ്തതാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഈ രൂപയുടെ സിമ്പൽ. ഇപ്പം നമ്മൾ ഡോളറിനൊരു സിമ്പലുണ്ട്, അതുപോലെ തന്നെ പൗണ്ടിന് സിമ്പലുണ്ട്. ഇങ്ങനെ ഓരോ രാജ്യത്തിൻ്റെ കറൻസിക്കും അതിൻ്റേതായ ഒരു സിമ്പലുണ്ട്. അത് ലോകമാകമാനം അത് അംഗീകരിച്ചതാണ്. എന്ന് വെച്ച് നമ്മൾ അതിൻ്റെ പുറത്തൊരു മൗലികവാദമോ തീവ്രവാദമോ ഒന്നും നമ്മൾ ആരോപിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബലം പിടിക്കുന്നില്ല. അപ്പോൾ ഇത് ഒരു തമിഴ്നാട്ടിലെ ഒരു തമിഴ് സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തമിഴൻ, നമ്മൾ അങ്ങനെ തന്നെ പറയണം, ഒരു തമിഴൻ രൂപകൽപ്പന ചെയ്ത ആ ചിഹ്നത്തെ ഹിന്ദി വിരോധം ആളിക്കത്തിക്കുന്നതിൻ്റെ പേരിൽ അത് മറയാക്കി ഈ ജനങ്ങളെ ഒരു ഇന്ത്യൻ സ്വത്വത്തിൽ നിന്ന്, ഇന്ത്യൻ പൈതൃകത്തിൽ നിന്ന്, ഇന്ത്യൻ പാരമ്പര്യത്തിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള വലിയൊരു ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായിട്ട് സ്റ്റാലിൻ ചെയ്ത പണിയാണ്. പക്ഷെ അത് അവർക്ക് തന്നെ പാരയായിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ അത് വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തിൽ സ്റ്റാലിനെതിരെ. സ്റ്റാലിൻ ഇപ്പം ചെയ്യുന്നത് മുഖം മിനുക്കാൻ വേണ്ടി, മുഖഭാവം മാറ്റാൻ വേണ്ടി ചായം പൂശുന്ന ഒരവസ്ഥയാണ്. എത്ര തന്നെയായാലും RBIയുടെ റൂൾ അനുസരിച്ച് RBIയുടെ നോട്ടുകളിലെല്ലാം ഈ രൂപയുടെ ഈ സിമ്പിൾ തന്നെയാണ്. ഇത് സ്റ്റാലിനോ ഒരാൾക്കും അത് എടുത്തു മാറ്റാൻ പറ്റില്ല. അത് ഇന്ത്യയുടെ ഒരു എന്താ പറയുക സിമ്പിളാണ്, നമ്മുടെ രാജ്യത്തിന്റെ വികാരമാണ്. അതെ, നമ്മുടെ രാജ്യത്തിന്റെ വികാരമാണ്, നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകമാണ്, ഒക്കെ ചേർന്നതാണത്. അത് ഈ ആകെ തുകയാണ് ഇന്ത്യയുടെ. അതാണ് അതിൽ സൂചിപ്പിക്കുന്നത്, ആ ഒരു ചിഹ്നത്തിലൂടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിലിവിടെ സ്റ്റാലിൻ കളിക്കുന്നത് ഒരു വൃത്തികെട്ട നെറികെട്ട രാഷ്ട്രീയമാണെന്ന് പറഞ്ഞല്ലോ. ആ നെറികെട്ട രാഷ്ട്രീയം അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാവും. ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ ഈ കറൻസി നോട്ടുകളിൽ നിന്ന് ഈ ചിഹ്നം എടുത്ത് മാറ്റാൻ പറ്റില്ല. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യത്തിലും ഈ ചിഹ്നം എടുത്ത് മാറ്റാൻ പറ്റില്ല. ഇത് പിന്നെ RBIക്ക് അങ്ങനൊരു ഈ ചിഹ്നം തന്നെ ഉപയോഗിക്കണം എന്നൊരു നിർബന്ധം RBI ഒരിടത്തും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ഒരിടത്തും പറയുന്നില്ല. നോക്കൂ, ഈ പറയുന്ന നമ്മുടെ കറൻസിയിൽ തന്നെ, നോട്ടിൽ തന്നെ, പ്രിൻ്റ് ചെയ്ത് വരുന്ന നോട്ടിൽ തന്നെ
ഭാരതത്തിലെ എല്ലാ ഭാഷകളും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മലയാളമുണ്ട്, തമിഴുണ്ട്, തെലുങ്കുണ്ട്, കന്നഡയുണ്ട്, അല്ലേ? എല്ലാ ഭാഷകളും അതിനകത്തുണ്ട്. എവിടെയാണ് ഇതിനകത്ത് വിവേചനം കാണിച്ചത്? അപ്പോൾ വാസ്തവം പറഞ്ഞാൽ സ്റ്റാലിൻ്റെ മുന്നിൽ മറ്റു വിഷയങ്ങളില്ല. അവിടുത്തെ ജനവികാരം സ്റ്റാലിനെതിരാണ്, അല്ലെങ്കിൽ DMKക്ക് എതിരാണ്. ഇപ്പോൾ ഭരണ തുടർച്ച കിട്ടിയതാണ് സ്റ്റാലിന് വേറെ പല പ്രശ്നങ്ങളും തമിഴ്നാട്ടിൽ ഉയർന്നു വരുന്നുണ്ട് സ്റ്റാലിനെതിരെ. ഉദാഹരണത്തിന് DMKയ്ക്കുള്ളിൽ തന്നെ സ്റ്റാലിൻ്റെ മകനെ ഉയർത്തിക്കൊണ്ടുവന്ന് ഉപമുഖ്യമന്ത്രി ആക്കിയതിനെതിരെ DMKയ്ക്കുള്ളിൽ വലിയ പുകച്ചിലുണ്ട്, വലിയ കലാപമുണ്ട്. അത് ഒതുക്കി നിർത്താൻ, അത്തരം കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ സ്റ്റാലിൻ കണ്ടെത്തുന്ന പോംവഴികളാണ് ഇതൊക്കെ. ശരിക്കും ഇതൊരു അവിവേകമാണ്. സ്വന്തം വീട്ടില് സ്വന്തം വസ്ത്രം എടുത്ത് കൊടി കാണിക്കുന്നത് പോലെ ഇത് തോന്നുള്ളൂ. കാരണം ഇന്ത്യ എന്നൊരു രാജ്യത്തിന്റെ രൂപ എന്നൊരു സിമ്പല് അത് ഒരു വ്യക്തിക്ക് മാറ്റാൻ സാധ്യമല്ല. അത് ഒരാൾ നേദിച്ചതുകൊണ്ട്, ഒരാൾ കൊടി ഉയർത്തിയത് കൊണ്ട് ആ സിമ്പല് മാറുകയുമില്ല. ഇതൊരു മണ്ടത്തരം എന്ന് പറയാൻ പറ്റൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് രാഷ്ട്രീയ മണ്ടത്തരമാണോ അല്ലയോ എന്ന് നമുക്ക് ഏതാനും ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാലേ കൃത്യമായിട്ട് വെളിപ്പെടുകയുള്ളൂ. പക്ഷേ തമിഴ്നാട്ടിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഹിന്ദിക്കെതിരെ തമിഴ്നാട്ടിൽ വലിയ പ്രക്ഷോഭമാണ് സ്റ്റാലിൻ അഴിച്ചുവിടാൻ ശ്രമിക്കുന്നത്. ബജറ്റിൽ കോടികളാണ് നീക്കി വെച്ചിരിക്കുന്നത്. തമിഴ് ഭാഷ പ്രോത്സാഹിപ്പിക്കണം, തമിഴ് സാഹിത്യം പ്രോത്സാഹിപ്പിക്കണം, തമിഴ് സംസ്കാരം പ്രോത്സാഹിപ്പിക്കണം. ഇതിനൊന്നും ആരും എതിരല്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ തമിഴ്നാട് ശൈവ അദ്വൈതത്തിന് വലിയ പേര് കേട്ട, ശൈവ സംസ്കാരത്തിന് വലിയ പേര് കേട്ട ഒരു സ്ഥലമാണ്. ഈ ശൈവ സംസ്കാരം തമിഴ്നാട്ടിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റുമോ? അത് ഉത്തരേന്ത്യയിലുമില്ലേ? കാശിയിലെ വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് രാമേശ്വരത്തുനിന്ന് ശില കൊണ്ടുപോയ ചരിത്രമാണുള്ളത്. ഇത് സ്റ്റാലിൻ എന്തെങ്കിലും എടുത്തു മാറ്റാൻ സാധിക്കുമോ? ഇതിനെ നിഷേധിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇന്ത്യൻ പാരമ്പര്യത്തിൽ നിന്ന്, ഇന്ത്യൻ പൈതൃകത്തിൽ നിന്ന് വേറിട്ടതാണ് തമിഴ് എന്ന് വരുത്തി തീർക്കാനുള്ള സ്റ്റാലിൻ്റെ സകല ശ്രമവും പരാജയപ്പെട്ടു പോവുകയുള്ളൂ. പക്ഷേ ഈ തമിഴ് ലാംഗ്വേജിന് വേണ്ടിയിട്ട് ഇത്രയും കോടികൾ മാറ്റി വെച്ചതിലും ഒരു ദുരൂഹത കാണുന്നില്ലേ? അല്ല, അതൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട്. കാരണം കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും, അതായത് നമ്മുടെ സർക്കാർ, നമ്മുടെ സ്കൂളുകളിൽ ഏതെങ്കിലും 2 ഇന്ത്യൻ ഭാഷ പഠിപ്പിക്കണം എന്നുള്ളത്. അത് നമ്മൾ കേരള സംസ്ഥാനത്തിലും ഹിന്ദി, മലയാളം ഓരോ സെക്കൻഡ് ലാംഗ്വേജുകൾ കുട്ടികൾ പഠിക്കണം. തമിഴ്നാടിന് ഇത് സാധ്യമല്ല. തമിഴ്നാടിന് ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഇത് നോക്കൂ. തമിഴ്നാട്ടിൽ ഇപ്പോൾ സർക്കാർ സ്കൂളുകളിൽ ഹിന്ദി വേണ്ട തീരുമാനിക്കും. പക്ഷെ അവർക്ക് വേണമെങ്കിൽ മലയാളം പഠിപ്പിക്കാം, കന്നഡ പഠിപ്പിക്കാം, ഏതെങ്കിലും 2 ഭാഷ, ഇന്ത്യയിലെ ഏതെങ്കിലും 2 ഭാഷ പഠിപ്പിക്കണമെന്നേ കേന്ദ്രം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടുത്തെ സ്വകാര്യ സ്കൂളുകളുണ്ട്, CBSE, ICSE സിലബസുകളിലുള്ള സ്കൂളുകളുണ്ട്. അവിടെ എല്ലാം ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട്. ആ ഹിന്ദി വേണ്ടെന്ന് വയ്ക്കുമോ? ഇപ്പോൾ നടൻ വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടിയൊക്കെ ആയിട്ട് രംഗപ്രവേശം ചെയ്ത് ഈ പറഞ്ഞതുപോലെ കിട്ടിയ ഒരു അവസരം വിജയും മുതലാക്കാൻ ശ്രമിച്ചു. ഈ തമിഴ് വികാരം ആളി കത്തിച്ച് ഹിന്ദി വിരോധം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. പക്ഷേ അതിന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലൈ ഒരു നല്ല മറുപടി കൊടുത്തു. വിജയ് സ്കൂൾ നടത്തുന്നുണ്ട്. ആ സ്കൂളിൽ ഹിന്ദി പഠിച്ചാലേ പറ്റുള്ളൂ. ഹിന്ദി നിർബന്ധമായിട്ടും അവിടെ പഠിക്കണം. CBSE സിലബസാണ്. അപ്പോൾ അതാദ്യം നിങ്ങൾ എടുത്ത് മാറ്റൂ, എന്നിട്ട് നിങ്ങൾ തമിഴിന് വേണ്ടി വാദിക്കാൻ വരൂ എന്ന് അണ്ണാമലൈ മറുപടി പറഞ്ഞു. വിജയ് അതോടുകൂടി നാവടക്കി പിൻവാങ്ങിയ ആ വിഷയത്തിൽ. പക്ഷേ ഇത്തരത്തിൽ തമിഴ്നാട് ഞങ്ങളുടെ സംസ്ഥാനം, ഞങ്ങൾ എന്നുള്ളൊരു ഇത് വരുമ്പോൾ, നമ്മളുടെ ഇന്ത്യയിൽ ഒരു സംസ്കാരമുണ്ട്, വൈവിധ്യത്തിൽ ഏകത്വം എന്ന് നമ്മൾ പറയുന്ന നമ്മളുടെ ആ ഒരു വാക്ക് ഇല്ലായ്മയാവുകയാണ് ചെയ്യുന്നത്. കാരണം വിവിധ രീതിയിലുള്ള ഭാഷ, വിവിധ തരത്തിലുള്ള ആൾക്കാർ, വിവിധ മതവിഭാഗങ്ങൾ, അത് മറ്റൊരു രാജ്യത്തുമില്ല. നമ്മളുടെ ഇന്ത്യ എന്നുള്ളൊരു രാജ്യത്ത് മാത്രമേ ഈ ഒരു ജനാധിപത്യ രീതി നിലവിലുള്ളൂ. ഈ നാനാത്വത്തിൽ ഏകത്വം, യൂണിവേഴ്സിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ പറയുന്ന ലോകമെങ്ങും പ്രസിദ്ധി ആർജിച്ച ആ സംസ്കാരം, ഈ നാനാത്വത്തിൽ ഏകത്വം, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ ആചാരങ്ങൾ പുലർത്തുന്ന, വിവിധ ഭക്ഷണ രീതികൾ പിന്തുടരുന്ന, എല്ലാറ്റിലും വ്യത്യസ്തത ഒരു സംസ്ഥാനത്തിനകത്ത് പോലും അതുണ്ട്. വ്യത്യസ്തമായ ഭാഷകൾ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമ്മളതിനെ ഒരു ചരടിൽ കോർത്ത മുത്തുമണികൾ പോലെ അതിനെ കൊണ്ടുപോകുന്നത് ഈ ഇന്ത്യ എന്ന വികാരമാണ്. അതുപോലെ ഇന്ത്യൻ പാരമ്പര്യമാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, എത്രയോ കാലമായിട്ടുള്ളതാണിത്. നൂറ്റാണ്ടുകളല്ല, സഹസ്രാബ്ദങ്ങളുടെ പഴക്കം, ആയിരത്താണ്ടുകളുടെ പഴക്കം ഇതിനുണ്ട്. അതിനെയാണ് സ്റ്റാലിൻ ഈ ഊച്ചാളി രാഷ്ട്രീയം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഊച്ചാളി രാഷ്ട്രീയം കൊണ്ട് തകർക്കാൻ ശ്രമിക്കുന്നത്.
അത് മറ്റൊന്നിനുമല്ല, ആ തമിഴ് വികാരം ആളിക്കത്തിച്ച് ജനങ്ങളിൽ വിഭാഗീയത സൃഷ്ടിച്ച് ഈ BJPയുടെ തമിഴ്നാട്ടിലെ വളർച്ച കണ്ട് ഭയന്ന് സ്റ്റാലിൻ ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പുകളാണ് ഇതൊക്കെ എന്ന് ഏത് കണ്ണുപൊട്ടനും ഏത് സാമാന്യ ബുദ്ധിയുള്ള ഒരാളിനും മനസ്സിലാവും. ബ്രിട്ടീഷുകാർ വന്നിട്ട് ഈ വിഭാഗീയത നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ജനത അത് തന്നെയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരമാണ്. അതെ, ബ്രിട്ടീഷുകാർക്ക് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസി ഉപയോഗിച്ച് അവർ നമ്മുടെ രാജ്യത്തെ കുറേയൊക്കെ വെട്ടിമുറിക്കുന്നതിൽ വിജയിച്ചു. ഇനി അത്തരത്തിലൊരു വെട്ടിമുറിക്കൽ നമ്മുടെ രാജ്യത്ത് നടക്കില്ല. കാരണം ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരല്ല, ഭരിക്കുന്നത് ഇന്ന് സ്വദേശീയരാണ്, ഇന്ത്യക്കാർ തന്നെയാണ്. ഇന്ത്യൻ സിസ്റ്റം, നമ്മുടെ ഭരണഘടന അത്രയും ശക്തമാണ്. അതിനെക്കുറിച്ച് വേണ്ട ബോധം സ്റ്റാലിന് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും അത് വിജയിക്കില്ല എന്ന് നമുക്ക് അടിയുറപ്പിച്ച് പറയാൻ സാധിക്കും. അധികം താമസിയാതെ സ്റ്റാലിൻ്റെ കൊമ്പൊടിഞ്ഞ് ഇരിക്കുക തന്നെ ചെയ്യും അല്ലേ? തീർച്ചയായിട്ടും.